അപ്പോൾ നമ്മൾ ഇന്നൊരു ബർത്ത്ഡേ കേക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കേക്ക് ഹട്ടിൽ നിന്ന് എടുത്ത സ്പാനിഷ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഒരു കേക്കാണിത്. ഇതിൻ്റെ ലുക്ക് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വാൻചോയുടെ ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഹാഫ് പോർഷനിൽ ചോക്ലേറ്റ് പൗഡേഴ്സ് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്, നല്ലോണം സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് പൗഡറിൻ്റെ ഒരു ബിറ്റർനെസ് ഒക്കെ അങ്ങനെ കൂടിയിട്ട് ഇതിൻ്റെ ഒരു ഓവറോൾ ടേസ്റ്റിനോട് ആഡ് ഓൺ ചെയ്യാനായിട്ട് സാധ്യത. അതുപോലെ തന്നെ മുകളിലായിട്ട് കുറേ ആൽമണ്ട്സും, പിന്നെ ആൽമണ്ട്സാണ് മെയിൻ ആയിട്ടുള്ളത്. ആൽമണ്ട്സ് നുറുക്കി ഇട്ടിട്ട്, പിന്നെ വാൻചോ പോലെ തന്നെ വൈറ്റ് ക്രീമാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ നട്ട്സിൻ്റെ കോമ്പിനേഷനും കൂടെ ഉള്ളത് കാരണം, നട്ട്സും വൈറ്റ് ക്രീമും കൂടെ ഉള്ളത് കാരണം തന്നെ ഒരു ടേസ്റ്റ് വൈസും സൂപ്പർ ആയിരിക്കാനുള്ള സാധ്യതകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തേക്കുന്ന ഒരു പോർഷനാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കേക്ക് എന്ന് പറയുന്ന 3 ലെയറായിട്ടാണ്. ഏറ്റവും താഴത്തും പിന്നെ മിഡിലും പിന്നെ മുകളിലും. അതിൻ്റെ മുകളിലായിട്ട് ഉള്ളത് ഫ്രഷ് ക്രീം ആയിരിക്കണം. പക്ഷേ ഈ 3 ലെയറിൻ്റെയും ഇടയിലായിട്ട് എന്തോ ഒരു ഡിഫറെൻറ്റ് ക്രീം ലെയർ ഉണ്ട്. അത് മിക്കവാറും തന്നെ മിൽക്ക് മെയ്ഡ് പോലെ എന്തെങ്കിലും കണ്ടൻസ്ഡ് മിൽക്കിൽ ആൽമണ്ട്സ് സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ടേക്കുന്ന ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് വൈസ് നോക്കാം. ടേസ്റ്റ് വൈസ് അതിൻ്റെ നടുക്കുള്ള പോർഷൻ നമ്മുടെ പറഞ്ഞ മാതിരി തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റാണുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആൽമണ്ട്സ് ഒക്കെയാണ് കൂടിയിട്ട് നല്ല ടേസ്റ്റിയാണ്. ഏറ്റവും മുകളിലുള്ളത് ഫ്രഷ് ക്രീമാണ്. അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ തന്നെ ഒരു ലെയർ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ആൽമണ്ട്സിൻ്റെ ബൈറ്റ്സും എല്ലാം കൂടെ കൂടിയിട്ട് ഭയങ്കര ടേസ്റ്റിയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്